5 ദിവസം കൊണ്ട് വിവാദത്തിൽ ഏർപ്പെട്ട, വിവാദം കൊണ്ട് ആ ദിവസവും സിനിമ കണ്ടവരെയും കാണാത്തവരൊക്കെ വിവാദത്തിൽ ആറാടിച്ച എമ്പുരാൻ 200 കോടി തിയേറ്ററിൽ കവിഞ്ഞിരിക്കുന്നതാണ് പറയുന്നത്. ഈ ഇത്രയും വിവാദമുണ്ടായിട്ടും ജനങ്ങൾ ഇരമ്പിക്കയറെന്ന് പറഞ്ഞാൽ രാത്രി 1 മണി 12 മണിക്ക് കഴിയേണ്ട ഷോ 1 മണിക്ക് കഴിയുന്നു, പിന്നെ 1 മണി ഷോ വീണ്ടും തുടങ്ങുന്നു. അത് 24 മണിക്കൂറും എമ്പുരാൻ തിയേറ്ററിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. തുടർന്ന് അതിന് 3-ാം ഭാഗം വരാൻ പോകുന്നു. ഇതേക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ഫിലിം പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരേ ഒരു ചിന്ത, ഒരേ ഒരു സംസാരം, ഒരേ ഒരു ചർച്ച, പരസ്പരം വാക്കുകൾ കൊണ്ട് വെട്ടലും കുത്തലും ചീറ്റലുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. രക്തപ്പുഴ ഒഴുകുന്നില്ല എന്ന് മാത്രം. കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. എമ്പുരാൻ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഇങ്ങനെയൊരു സിനിമ തുടങ്ങാൻ പോണു എന്ന് പറഞ്ഞപ്പോൾ, ലൂസിഫറിൻ്റെ അവസാനം ഇങ്ങനെ ഒരു സിനിമയ്ക്ക് വിത്ത് പാകിയപ്പോൾ, ഇപ്പോൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന വിവാദങ്ങൾ ഉണ്ടാകുമെന്ന് ആരും വിചാരിച്ചു കാണില്ല. അങ്ങനെ സംഭവിച്ചു പോയി. അതിൻ്റെ കഥയുടെ കാര്യങ്ങളിലേക്കല്ല ഞാൻ പോകുന്നത്. ഇപ്പോൾ ഈ പ്രശ്നം ശരിക്കും ഉണ്ടാക്കിയിരിക്കുന്നത്, ഈ സിനിമ നിരോധിക്കണമെന്ന് കുറേ പേര് പറഞ്ഞു. ഈ സിനിമയിൽ പ്രധാന ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. ഇത് സിനിമ എഴുതിയവരെയും നിർമ്മിച്ചവരെയും സംവിധാനം ചെയ്തവരൊക്കെ രാജ്യദ്രോഹ കുറ്റത്തിന് വിചാരണ ചെയ്യണമെന്ന് പറഞ്ഞു. മാത്രമല്ല, ഇതിലത്തെ നായക നടനായ മോഹൻലാൽ ലഫ്റ്റനന്റ് കേണൽ പദവി പോലും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞു. ഇങ്ങനെയും ബഹളങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോഴും ഈ സിനിമ തിയേറ്ററിൽ കാണിക്കാൻ പറ്റില്ല എന്നൊരു വിഭാഗവും പറഞ്ഞു കഴിഞ്ഞു. ഇത് എല്ലാത്തിനെയും, അതായത് ഈ സിനിമയെ തകർക്കാൻ വേണ്ടി ഒരു വിഭാഗം നിൽക്കുമ്പോൾ, അത് തകർന്നു കാണാൻ നിശബ്ദരായി അണിയറി നിൽക്കുന്ന ചിലരുണ്ട്. അവർക്കൊക്കെ തിരിച്ചടി കൊടുത്തുകൊണ്ടാണ് ഈ സിനിമയുടെ ചില പ്രധാന ഭാഗങ്ങൾ സെൻസർ ബോർഡിന് മുമ്പ് വരാതെ തന്നെ എഡിറ്റ് ചെയ്യാമെന്ന് മോഹൻലാൽ അടക്കം പറഞ്ഞത്. അതായത് മറ്റുള്ള ഇത്രയും കാലം തൻ്റെ സിനിമാ ജീവിതത്തിനിടയിൽ ഒരാളെയും വേദനിപ്പിക്കുകയോ വിഷമിക്കുകയോ ചെയ്തിട്ടില്ല. ഈ പുതിയ സിനിമയും അങ്ങനെ തന്നെ ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. എഡിറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അത് ഫേസ്ബുക്കിൽ ഇട്ടപ്പോൾ പൃഥ്വിരാജ് സുകുമാരൻ അത് ഷെയർ ചെയ്തു. പക്ഷെ നമ്മൾ നോക്കിയൊരു കാര്യമുണ്ട്, മുരളി ഗോപിയുടെ നിലപാട് എന്തായിരിക്കും? മുരളി ഗോപി അത് ഷെയർ ചെയ്തില്ല. മുരളി ഗോപിക്ക് വ്യക്തമായ അഭിപ്രായം പറഞ്ഞു. ഇത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യമാണ്. ആ സ്വാതന്ത്ര്യം വെറുതെ ഉണ്ടായതല്ല. ഇത് 23 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. ഇതൊരു ചരിത്ര സംഭവമാണ്. ഇതിൻ്റെ കേസ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ അന്നത്തെ ഈ സംഭവത്തിൽ ജീവിച്ച് മരിച്ചിരിക്കുന്ന കുറച്ച് പേരുണ്ട്. അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരിപ്പോഴുണ്ട്. അതിൽ ചിലർ ജയിലിൽ കിടക്കുന്നു. ഇങ്ങനെ കുറേ കാര്യങ്ങളാണ് മുരളി ഗോപി പറഞ്ഞത്. മാത്രമല്ല, ഇതിനെതിരെ മാപ്പ് പറയാനോ ക്ഷമ പറയാനോ ഇല്ല. 3-ാം ഭാഗം തുടങ്ങും എന്ന് മുരളി ഗോപി വ്യക്തമായി പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് എന്താ, മോഹൻലാൽ ചെയ്ത് കടുങ്കൈയല്ലേ എന്നുള്ളത്? മോഹൻലാൽ തെറ്റ് ചെയ്തു എന്നുള്ള വിശ്വാസക്കാരനല്ല ഞങ്ങൾ. മോഹൻലാൽ കഴിഞ്ഞ 44 വർഷമായിട്ട് മലയാള സിനിമയിൽ സാന്നിധ്യമായി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയുള്ള മോഹൻലാൽ അഭിനയിച്ച ഒരു സിനിമ വിവാദത്തിൽ ഏർപ്പെടുമ്പോൾ ആ ഒരു സിനിമ കൊണ്ട് തേച്ച് മാച്ച് കളയാനുള്ള വ്യക്തിത്വമല്ല മോഹൻലാലിൻ്റേത്. മോഹൻലാൽ എന്ത് ചെയ്തു? മോഹൻലാലിൻ്റെ അടുത്ത ആൾ ആശീർവാദ് സിനിമ ആദ്യം നിർമ്മിച്ചു. പിന്നീടാണ് പല മാറ്റങ്ങളും വന്നത്. ഇതിൻ്റെ കഥ കേട്ടു. എത്രയോ കഥകൾ, ഇതിനേക്കാൾ വലിയ കഥകൾ മോഹൻലാൽ കേട്ടിരിക്കുന്നു. ഇതിനേക്കാൾ രൂക്ഷമായ കഥാപാത്രങ്ങൾ മോഹൻലാൽ അവതരിപ്പിച്ചിരുന്നു. കാലാപ്പായൽ തന്നെ എടുത്ത് നോക്കൂ. അതും കൂടി നക്കുന്നു പറഞ്ഞിട്ടാണല്ലോ വീണ്ടും വിവാദം ഉണ്ടാക്കിയിരിക്കുന്നത്. അവരുടെ സിനിമയിൽ എമ്പുരാനിൽ കാണിച്ചതുപോലെ ഈ ഗവൺമെൻറ്റിന് അനിഷ്ടകരമായി എന്തെങ്കിലും ചെയ്താൽ പുറകെ ഇഡി വരുന്നു. അത് സിനിമയിൽ വളരെ വ്യക്തമായി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ തങ്ങളുടെ ജീവനും സ്വത്തിനും പോലും അപകടമുണ്ടാക്കുന്ന തരത്തിലാണ് ഇ ഡിയെ തുറന്ന് അഴിച്ചു വിട്ടിരിക്കുന്നത്.
കച്ചവടം ചെയ്യുന്നവരാണ്. സിനിമ മാത്രമല്ല. ഇപ്പോൾ ഗോകുലം ഗോപാലൻ എടുക്കുമ്പോഴും മോഹൻലാൽ എടുക്കുമ്പോഴും ഇവർ വെറും സിനിമക്കാർ മാത്രമല്ല, ഇവരൊക്കെ പറയും ബിസിനസ് ശൃംഖലയുണ്ടെന്ന് ആലോചിക്കണം. അതൊക്കെ ഒറ്റയടിച്ച് തകർക്കാനുള്ളതല്ല. അതേസമയം ചില സീനുകളെല്ലാം മാറ്റിവെച്ച് എഡിറ്റ് ചെയ്തു പോയാൽ ഈ സിനിമയ്ക്കൊരു കുഴപ്പവും വരില്ല എന്നാണ് വിചാരിച്ചത്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മൾ കാണുന്നത് എന്താ? ഇന്ന് ഈ എഡിറ്റ് ചെയ്ത ഭാഗം തിയേറ്ററിൽ പ്രദർശിപ്പിക്കുമെന്നാണ് പറയുന്നത്. അത് അറിഞ്ഞപ്പോൾ 3 ദിവസം മുമ്പ് തന്നെ തിയേറ്ററിലേക്ക് ഒഴുക്കാണ്. ജാതിഭേദമന്യേ, സ്ത്രീ പുരുഷ ഭേദമന്യേ തിയേറ്റർ ഒഴുക്കാണെന്ന് ആലോചിക്കണം. അതായത് നമ്മൾ കട്ടിയിടുമ്പോൾ കാണണം. അത് ഷോ കൂടുതൽ സ്പെഷ്യൽ ഷോ കളിക്കുന്നു. കളിച്ച എല്ലാ തിയേറ്ററിലും ഷോ ഫുള്ള് എന്നാലോചിക്കണം. ഇവിടെ പ്രമുഖ നിർമ്മാതാവ് തിയേറ്റർ ഉടമയായ ലിബർട്ടി ബഷീറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു. കഴിഞ്ഞ കുറേ വർഷമായി എൻ്റെ 7 തിയേറ്ററുകളിലും ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞ് പ്രേക്ഷകർ വന്നൊരു കാലമുണ്ടായിട്ടില്ല. ഈ സിനിമ അത് നേടിത്തന്നു എന്നാണ് പറഞ്ഞത്. ഇങ്ങനെ പറയാൻ കേരളത്തിലെ ഒട്ടുമിക്കാലും തിയേറ്റർ ഉടമകൾ തയ്യാറാണ്. ഈ സിനിമ വരുന്നു എന്ന് കേട്ടപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ഞങ്ങൾക്ക് കുറേ കടമുണ്ട്, ഞങ്ങളുടെ കടങ്ങളെല്ലാം ഈ എമ്പുരാൻ വീട്ടും എന്നാണ്. ഇടയ്ക്ക് വെച്ച് എമ്പുരാന് ദോഷം സംഭവിക്കാൻ പറഞ്ഞപ്പോൾ തകർന്ന് പൊട്ടി പാളിസായി എന്ന് പറഞ്ഞവരൊക്കെ ഉണ്ട്. എമ്പുരാൻ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണെന്ന് ആലോചിക്കണം. എതിർക്കുന്നവരും ഈ സിനിമ കണ്ടു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. തിയേറ്ററുകാർ പറഞ്ഞ പോലെ ഈ സിനിമ അവർക്കും ലാഭമുണ്ടാക്കി അവരുടെ കടങ്ങളെല്ലാം വീട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പം നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഇങ്ങനെ ഈ എമ്പുരാനെ പുകഴ്ത്തി പറയുന്നത്? ഈ എമ്പുരാൻ ഇവിടെ ഒരു ഗുജറാത്ത് സംഭവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ല, ആണെന്നാരും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞെന്തോ ഒരു ചരിത്രമുണ്ട്. ഏത് രാജ്യത്തിനും ഒരു ചരിത്രമുണ്ട്. ചരിത്രത്തെ നമ്മൾ വളച്ചൊടിച്ചു. എത്രമാത്രം വളച്ചൊടിച്ചോ എന്ന് വെച്ചാൽ വളച്ചൊടിക്കാറുണ്ട്. ഇപ്പോൾ ഉദാഹരണം നമുക്ക് കേരള ചരിത്രം എടുത്ത് നോക്കുക. കേരള ചരിത്രം എഴുതിയ കുറേ 4-5 പേര് കേരള ചരിത്രത്തിന് ആധികാരികമായിട്ട് എഴുതിയിട്ടുണ്ട്. EMS എഴുതിയിട്ടുണ്ട്, PK ഗോപാലകൃഷ്ണൻ എഴുതിയിട്ടുണ്ട്, കുഞ്ഞുമ്പിള്ള എഴുതിയിട്ടുണ്ട്. അങ്ങനെ കുറേ പേര് എഴുതിയിട്ടുണ്ട്. അവരൊക്കെ കുറച്ചൊക്കെ ടെസ്റ്റ് ചെയ്തിട്ടെന്ന് ആലോചിക്കണം. EMS ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് കാഴ്ചപ്പാടിൽ കേരള ചരിത്രം എഴുതിയെന്നല്ലോ ഇല്ലേ? അപ്പം അങ്ങനെ അവരുടെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അവർക്ക് കൂടി ഈ സംഘടനയും അവരുടെ പാർട്ടിയും അങ്ങനെ ആയിരുന്നു എന്ന് തെളിയിക്കുന്ന രീതിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് കേരള ചരിത്രം എഴുതിയിട്ടുണ്ട്. സിനിമകളും അങ്ങനെയാണ്. ഇവിടെ രാഷ്ട്രീയ സിനിമകൾ വന്നിട്ടുണ്ട്, വ്യക്തമായ കാഴ്ചപ്പാട് സിനിമകൾ വന്നിട്ടുണ്ട്. അത് കോൺഗ്രസ് ഭരിക്കുമ്പോൾ ഒരു സിനിമ ഉണ്ടായിട്ടില്ല. രാജ്യം പറഞ്ഞ കഥ എന്താണ് സ്ഥിതി നമുക്കറിയാലോ. സഞ്ജയ് ഗാന്ധിയുടെ വേഷം കെട്ടിയാണ് ജനാർദ്ദനൻ ജീവൻ പോലും നഷ്ടപ്പെടാതെ പോയത്. മലയാളി ആയൊരു പോലീസ് ഓഫീസറെ രക്ഷപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെ എത്രയോ സിനിമകളിവിടെ വന്നിട്ടുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഏത് ഭരണാധികാരിയും, അത് രാഷ്ട്രീയമില്ല, ഏത് ഭരണാധികാരിയും അധികാരത്തിലിരിക്കുമ്പോൾ അവർക്കെതിരെ എന്തെങ്കിലും വന്നാൽ കുറ്റപ്പെടുത്തുക, ശിരച്ഛേദം നടത്തുക സ്വാഭാവികമാണ്. എന്തു പറഞ്ഞാൽ ഇവിടെ ഇപ്പം എന്താ, നമുക്ക് പൃഥ്വിരാജ് പറഞ്ഞിരിക്കുന്നതാ ഇതിന് 3-ാം ഭാഗം ഉണ്ടാവും. മുരളി ഗോപിയുടെ 3-ാം ഭാഗം ഉണ്ടായിരിക്കും. പലരും പറഞ്ഞതെന്താ, ഇനി ആശീർവാദിൻ്റെ ബാനറിലായിരിക്കില്ല ചിലപ്പോൾ 3-ാം ഭാഗം വരുന്നത്. ആയത് ബാനറിലായാലും 3-ാം ഭാഗം ഉണ്ടാകും എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴെന്താ, അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ എന്തായിരിക്കും ആ സിനിമയുടെ പേര്? 3-ാം ഭാഗത്തിന് അസ്രയേൽ എന്നായിരിക്കും പേര് എന്നും പറഞ്ഞു കേൾക്കുന്നുണ്ട്. കാരണം അങ്ങനെയുള്ള രീതിയിലാണല്ലോ ഈ സിനിമയുടെ അവസാനം വന്നിരിക്കുന്നത്. അപ്പം നമുക്കിവിടെ ധീരതയോടെ നിൽക്കുന്ന, തൻ്റെ അടുത്ത് നമുക്ക് എന്ത് വന്നാലും ഒരു കുലുക്കവുമില്ലാതെ നിൽക്കുന്ന, എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യം, സംവിധായകൻ്റെ സ്വാതന്ത്ര്യം ഒക്കെ പറഞ്ഞു നിൽക്കുന്ന, നമുക്ക് പറയുമ്പോൾ മുരളി ഗോപിക്കും പൃഥ്വിരാജ് സുകുമാരനും ഒപ്പം മോഹൻലാലിനും ബിഗ് സല്യൂട്ട് കൊടുക്കാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ കുറ്റം പറയുന്നവരുണ്ടാകാം, തെറി പറയുന്നുണ്ടായിരിക്കാം, എന്നാലും സത്യം സത്യമല്ലാതാവില്ല. ഈ ബിഗ് സല്യൂട്ടോടുകൂടി ഇവരെ യാത്ര തുടരുകയാണ്.